എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രമ്യ. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീകളുടെ ആരോഗ്യം അതാണ് നമ്മളുടെ വിഷയം. ഇന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലുള്ള രക്തക്കുറവ്, അതായത് വിളർച്ച, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്ത്രീകളും ഇതിനെക്കുറിച്ച് കുറഞ്ഞൊരു അവബോധമെങ്കിലും ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങൾ. എന്താണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ? എന്തുകൊണ്ട് ഇത് വരുന്നു? ഇത് വന്നാൽ എനിക്കും എൻ്റെ കുഞ്ഞിനും എന്ത് സംഭവിക്കും? ഇത് വരാതെ എനിക്ക് എങ്ങനെ തടുക്കാൻ കഴിയും? വന്നാൽ എങ്ങനെ ചികിത്സിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഗർഭാവസ്ഥയിലുള്ള അനീമിയ അല്ലെങ്കിൽ വിളർച്ച? സാധാരണ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കുറഞ്ഞത് ഒരു 13 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ഹീമോഗ്ലോബിൻ്റെ അളവ് ഉണ്ടായിരിക്കണം. ഈ ഹീമോഗ്ലോബിനാണ് നമ്മൾക്ക് ചുവന്ന രക്താണുക്കളിലൂടെ നമ്മുടെ ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ലെവൽ 11 ഗ്രാം പെർ ഡെസിലിറ്ററിനും താഴെ പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. ഇതാണ് അനീമിയ. എന്തുകൊണ്ട് വരുന്നു? ഇത് പ്രഗ്നൻസിൻ്റെ സമയത്ത് നമുക്ക് പൊതുവെ നമ്മളുടെ രക്തം അധികമാവുന്ന സമയത്ത് നമ്മുടെ രക്താണുക്കളുടെ എണ്ണം കുറഞ്ഞു പോയിട്ട് ചെറിയൊരു വിളർച്ച വരാം. അത് 2 ഗ്രാം പെർ ഡെസിലിറ്റർ വരെ നമ്മളുടെ ഹീമോഗ്ലോബിൻ അളവിനെ കുറയ്ക്കും. ഇതൊരു സാധാരണ പ്രോസസ്സാണ്. പ്രഗ്നൻസിയിൽ വരുന്നതിന് ഫിസിയോളജിക്കൽ ഹീമോഡയലൂഷൻ എന്ന് പറയും. അത് ഓക്കെ. ഇതല്ലാതെ അതിലപ്പുറം കുറയുന്നതും അനീമിയയാണ്. ഇതെന്തുകൊണ്ട് വരുന്നു? പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നമുക്ക് ഇരുമ്പ് സത്ത് കുറയുന്നത് കൊണ്ടാണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് എനിക്കും എൻ്റെ കുഞ്ഞിനും കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്, അതായത് ഗർഭിണിക്ക് കുഴപ്പമുണ്ട്, പിറക്കാൻ പോകുന്ന കുഞ്ഞിന് കുഴപ്പമുണ്ട്. ഇതിനെ രണ്ടിനെയും ആരാണ് ബന്ധിപ്പിക്കുന്നത്? മറുപിള്ള അല്ലെങ്കിൽ പ്ലസൻഡ. ഈ പ്ലസൻഡയ്ക്കും കുഴപ്പമുണ്ട്. ഗർഭിണിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? ക്ഷീണം, തളർച്ച, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ, ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുക, ശരീരം വേദനിക്കുക, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇനി കുഞ്ഞിന് ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ എത്തിക്കേണ്ടതാണ് ഈ ഹീമോഗ്ലോബിൻ. അത് കുറയുമ്പം കുഞ്ഞിൻ്റെ സെൽസിന്, കുഞ്ഞിൻ്റെ കോശ വളർച്ചയെ തന്നെ അത് ബാധിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ചക്കുറവ് വരും, തൂക്കക്കുറവ് വരും, ഇതെല്ലാം വരും. ഇനി ഇത് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? മറുപിള്ളയ്ക്ക് എന്ത് സംഭവിക്കും? മറുപിള്ളയുടെ ആരോഗ്യം അനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ആരോഗ്യം. ഈ മറുപിള്ള പ്ലസൻഡ വീക്കായി കഴിഞ്ഞാൽ, അതിനുള്ള ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് വേഗം, അതായത് ഡെലിവറിക്ക് മുന്നേ തന്നെ പ്ലസൻഡ താനെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ, അബ്രപ്ഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ്, ആൻറ്റിപാർട്ടം ഹെമറേജ്, ഡെലിവറിക്ക് മുന്നേ തന്നെ മറുപിള്ളയിൽ നിന്ന് ബ്ലീഡിങ് വരാം, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും മറുപിള്ളയ്ക്കും അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് വരാതെ ഓരോ സ്ത്രീക്കും എങ്ങനെ തടുക്കാൻ കഴിയും? നമ്മൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഹീമോഗ്ലോബിൻ്റെ ലെവൽ ശരിയാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഒരു പ്രഗ്നൻസിക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു 13-14 ഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുശേഷം നമ്മൾ പ്രഗ്നൻസി ത്രൂ ഔട്ട് നമ്മൾക്ക് ഒരു ആരോഗ്യത്തോടു കൂടി പോകാൻ കഴിയും. ഇല്ല, കുറച്ച് കുറഞ്ഞാലും നമ്മൾക്ക് കുറച്ചൊന്ന് പോരാടി നിൽക്കാൻ പറ്റും. ഇനി അതല്ല, പ്രഗ്നൻ്റ് ആയി, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അനീമിയ ഇല്ല, പക്ഷെ അത് വരാതിരിക്കാൻ നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന സപ്ലിമെൻറ്റ്സ് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ പ്രഗ്നൻസിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ സ്ത്രീകളും അവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ആരോഗ്യപരമായിട്ട് ഇരിക്കണം, അല്ലേ? നമ്മൾക്ക് എല്ലാ മാസവും ആർത്തവത്തിൻ്റെ സമയത്ത് 80 ml വരെ രക്തം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സമയത്തെങ്കിലും നമ്മൾക്ക് അയൺ സപ്ലിമെൻ്റ് കഴിക്കാവുന്നതാണ്. ഒരു ഡോക്ടറെ കണ്ടിട്ടോ, നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര പേരുണ്ട്, ആരോടെങ്കിലും അന്വേഷിച്ചിട്ടോ നമുക്ക് കഴിക്കാം. അതേമാതിരി ഇരുമ്പ് സത്ത് ധാരാളമുള്ള ഭക്ഷണം നമ്മൾ ദിവസവും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മട്ടൻ്റെ ലിവർ അല്ലെങ്കിൽ മറ്റേ റെഡ് മീറ്റ് കുറച്ചൊക്കെ. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ മുരിങ്ങ, പോമഗ്രാനൈറ്റ്, അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ,
ഇതൊക്കെ കഴിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ അയണിൻ്റെ ഇത് നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക. ഇനി നമ്മൾക്ക് രക്തക്കുറവ് വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മൾ അയണിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ നമ്മൾ അയണിൻ്റെ ലെവൽ, ഹീമോഗ്ലോബിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ ശരിയാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അനീമിയയ്ക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക. അനീമിയയ്ക്ക് പോവാതെ ശ്രദ്ധിക്കാൻ വേണ്ടി അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ആദ്യത്തെ 3 മാസം നമ്മൾ കഴിക്കാം. ഇനി ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ കഴിക്കാൻ പറ്റാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വിളർച്ച വന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ചികിത്സിക്കാൻ നമ്മുടെ ഡോക്ടർ നമുക്ക് ഇപ്പോൾ വിളർച്ചയില്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും കഴിക്കാൻ അയണിൻ്റെ സപ്ലിമെൻറ്റ് കൊടുക്കും. ഇതല്ല വിളർച്ച വന്നെങ്കിലോ 2 നേരം സപ്ലിമെൻറ്റ് കൊടുക്കും. അതിനേക്കാൾ ഭയങ്കര നമ്മൾ അയണിൻ്റെ സപ്ലിമെൻറ്റ് വായു വഴി കഴിച്ചിട്ട് ശരിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനീമിയ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ച് ചെയ്യുക. ബ്ലഡ് ഇടണമെങ്കിൽ ബ്ലഡ് ഇടുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. എങ്ങനെയെങ്കിലും ആ വിളർച്ചയെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമ്മുടെ ഡോക്ടർ നമ്മളെ എടുത്ത് എന്ത് പറയുന്നു നമ്മളതിന് കോപ്പറേറ്റ് ചെയ്യുക. ഇനി എന്താണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് ഫ്യൂച്ചർ ജനറേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവരുടെ ആരോഗ്യമാണ്. അമ്മമാരുടെ ആരോഗ്യമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം. സോ എല്ലാ അമ്മമാരും വിളർച്ചയില്ലാത്ത സന്തോഷമായിട്ട് ആരോഗ്യമുള്ള അമ്മമാരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നന്ദി, നമസ്കാരം.